ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സാണ്. കേരളത്തിലെ 2024 സെപ്റ്റംബർ മാസത്തിലാണ് കേട്ടോ. കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 7.2% തുറന്നു. സംസ്ഥാനങ്ങളിൽ ഗോവ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിലാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്ക് അനുഭവപ്പെടുന്ന സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ ഗോവയാണ്. സെക്കൻഡ് കേരളം. രാജ്യത്താദ്യമായി ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പാക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. ആദ്യമായിട്ട് ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പാക്കുന്ന ഒരു സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം. നമ്മുടെ ഗതാഗത മന്ത്രി ആരാണ്? കേരളത്തിൻ്റെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. ഗണിത ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന സംഗമ ഗ്രാമം മാധവാചാര്യൻ ജീവിച്ചിരുന്നതും വനനിരീക്ഷണം നടത്തിയ ശിലയും സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുടയിലാണ്. അപ്പോൾ സംഗമ ഗ്രാമം മാധവാചാര്യൻ ജീവിച്ചിരുന്നതും അദ്ദേഹം വനനിരീക്ഷണം നടത്തിയിരുന്ന ശിലയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരിങ്ങാലക്കുട. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് മറൈൻ കൺട്രോൾ റൂം സജ്ജമായി. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് മറൈൻ കൺട്രോൾ റൂം സജ്ജമായി. രാജ്യാന്തര തുറമുഖത്തെ ബർത്ത് കൈയടക്കി ചരിത്രം കുറിക്കൻ കണ്ടെയ്നർ ഭീമൻ. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഇതുവരെ അടുത്തതിൽ വെച്ച് ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണ് ക്ലൗഡ് ജിറാർഡെറ്റ്. ഏതാണ്? ക്ലൗഡ് ജിറാർഡെറ്റ്. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ഇതുവരെ വന്നതിൽ ഏറ്റവും വലിയ കപ്പൽ ഏതാണ്? കണ്ടെയ്നർ കപ്പൽ ഏതാണ്? ക്ലൗഡ് ജിറാർഡെറ്റ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ 9ാമത്തെ കപ്പലായ ക്ലൗഡ് ജിറാർഡെറ്റ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഏറ്റവും വലിയ കപ്പൽ കൂടിയാണ്. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ 9ാമത്തെ കപ്പൽ ഏതാണ്? ക്ലൗഡ് ജിറാർഡെറ്റ്. ഇതുവരെ വന്നതിൽ ഏറ്റവും വലിയ ഒരു കണ്ടെയ്നർ കപ്പലാണ്. അത് മെഡിറ്ററേനിയൻ എന്ന് പറയുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയുടെയാണ്. ഇന്ത്യയിലെ ആദ്യ കാർ അപകടം നടന്നത് കായംകുളത്താണ്. തെരുവ് നായമൂലം രാജ്യത്ത് ആദ്യ അപകടം കവർന്നത് കേരള കാളിദാസൻ, കേരള വർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ്റെ ജീവൻ. 1914 സെപ്റ്റംബർ 20 110 വർഷങ്ങൾക്ക് മുമ്പ്. കേരളമേ നിന്റെ മഹാദീപം അസ്തമിച്ചു കുമാരനാശാൻ കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ്റെ വിയോഗത്തിൽ വിവേകോദയം മാസികയിൽ കുറിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ കാർ അപകടം നടന്നത് കായംകുളത്താണ്. തെരുവ് നായ മൂലമാണ് ഈ ഒരു അപകടം നടന്നത്. അപ്പോൾ ഈ അപകടത്തിൽ മരണപ്പെട്ടത് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരനാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരനാണ്. 1914 സെപ്റ്റംബർ 20 110 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കേരളമേ നിന്റെ മഹാദീപം അസ്തമിച്ചു എന്ന് കുമാരനാശാൻ കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാനെ കുറിച്ച് ഈ വിവേകോദികം മാസികയിൽ കുറിച്ചു, അദ്ദേഹത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച്. മനസ്സിലായോ? ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. അതായത് പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെക്കാട്ടിലും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നു. അവിടെയുള്ള വൃക്ഷലതാദികളൊക്കെ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെയുള്ള ദേശീയോദ്യാനങ്ങളാണ് കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം എന്ന ഒരു സ്ഥാനത്തിനുടമയായത് നമ്മുടെ കേരളത്തിലെ ഇരവികുളം ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായി കുറ്റിച്ചൽ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ എന്ന് പറയുന്ന പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം. ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം. കോഴിക്കോട് ഒളിവണ്ണ സ്വദേശി കസേരമടയിൽ ഉപജീവന മാർഗത്തിൽ ഏർപ്പെട്ട സുബ്രഹ്മണ്യൻ, മാഹി നെഹ്റു യുവ ജില്ലാ കേന്ദ്ര യൂത്ത് ഓഫീസറായ രമ്യ എന്നിവർക്ക് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ അനുമോദനം. അപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയാണ് മൻ കി ബാത്ത്. അപ്പോൾ അതിൽ അനുമോദനം ലഭിച്ച 2 ആൾക്കാർ ഏതൊക്കെയാണ്? കോഴിക്കോട് ഒളവണ്ണ സ്വദേശി കസേരമടയിൽ എന്ന് പറഞ്ഞ ഉപജീവന മാർഗത്തിൽ ഏർപ്പെട്ട സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആൾ. പിന്നെ മാഹി നെഹ്റു യുവ കേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസറായ രമ്യ. 2014 ഒക്ടോബർ 2 ആരംഭിച്ച സ്വച്ഛ് ഭാരത മിഷന്റെ 10 വർഷം തികയുന്ന വേളയിലാണത്. 2014 ഒക്ടോബർ 2 ആരംഭിച്ച സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി 10 വർഷം തികയുന്ന വേളയിലാണത്. അവർ രണ്ടുപേരെ ആദരിക്കുന്നത്. ആരെയൊക്കെ? കസേരമടയിൽ ഉപജീവന മാർഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സുബ്രഹ്മണ്യൻ, പിന്നെ മാഹി നെഹ്റു യുവജില്ല. ഈ നെഹ്റു മാഹിയും കൂടെ വന്നപ്പോഴാണ് മാഹു ആയിപ്പോയത് കേട്ടോ. അപ്പോൾ മാഹി നെഹ്റു യുവജില്ല യൂത്ത് ഓഫീസറായ രമ്യ എന്നിവർക്കാണ് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ ആദരം ലഭിച്ചത്. സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചതെന്നാണ് 2014 ഒക്ടോബർ 2 കേട്ടോ. 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് മിഷൻ. അത് 10 വർഷം തികയുന്ന വേളയിലാണ് ഈ ഒരു ആദരം സുബ്രഹ്മണ്യനും രമ്യയ്ക്കും ലഭിച്ചിരിക്കുന്നത്. നോവലിസ്റ്റും നർത്തകിയും ചലച്ചിത്ര നാടക പ്രവർത്തകയും ഫാഷൻ ഡിസൈനറുമായിരുന്ന ജർമ്മൻ എഴുത്തുകാരി സിൽവി ബ്രിഗിറ്റെ ബാൻഡെ അന്തരിച്ചു.
ആലപ്പുഴ പുന്നപ്ര പശ്ചാത്തലമാക്കി എഴുതിയ നിക്സ് ലോസ് ഇൻ പുന്നപ്ര ജർമ്മൻ ഭാഷയിലെ നോവലും മോർച്ചറി ജോസഫ് എന്ന ഡോക്യുമെൻ്ററിയും സെർച്ചിങ് ഫോർ ദ ഡാൻസിങ് ഗോഡ് എന്ന പേരിൽ പാക്കനാർ തുള്ളലിനെ പറ്റി എഴുതിയ പുസ്തകവും ഡോക്യുമെൻ്ററിയും ഏറെ ശ്രദ്ധേയമാണ്. അപ്പോൾ സിൽവി ബ്രിഗിറ്റെ എന്ന് പറയുന്ന ബാൻഡ്ലെ എന്ന് പറയുന്ന ജർമ്മൻ എഴുത്തുകാരി അവർ അന്തരിച്ചു. അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണെന്ന് കേരളമായിട്ട് അവരെങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ആലപ്പുഴയിലെ പുന്നപ്ര പശ്ചാത്തലമാക്കി അവരെഴുതിയ ഒരു കൃതിയാണ് ഇത് നിക്സ് ലോസ് ഇൻ പുന്നപ്ര. പിന്നെ ജർമ്മൻ ഭാഷയിലെ നോവലും മോർച്ചറി ജോസഫ് എന്ന ഡോക്യുമെൻ്ററിയും സെർച്ചിങ് ഫോർ ദ ഡാൻസിങ് ഗോഡ് എന്ന പേരിൽ പാക്കനാർ തുള്ളലിനെ പറ്റി എഴുതിയ പുസ്തകവും ഡോക്യുമെൻ്ററിയും ഏറെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഇവരുടെ ഈ സിൽവി ബ്രിഗിറ്റെ ബാൻഡ്ലെയുടെ പുസ്തകങ്ങളാണ് ഏതൊക്കെയാണ്? നിക്സ് ലോസ് ഇൻ പുന്നപ്ര പശ്ചാത്തലമാക്കി എഴുതിയ ഒരു നോവലാണ് നിക്സ് ലോസ് ഇൻ പുന്നപ്ര, ജർമ്മൻ ഭാഷയിലാണ് എഴുതിയേക്കുന്നത്. ദെൻ മോർച്ചറി ജോസഫ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി, മോർച്ചറി ജോസഫ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി. പിന്നെ സെർച്ചിങ് ഫോർ ദ ഡാൻസിങ് ഗോഡ് എന്ന പേരിൽ പാക്കനാർ തുള്ളലിനെ പറ്റി എഴുതിയ ഒരു കൃതി, സെർച്ചിങ് ഫോർ ദ ഡാൻസിങ് ഗോഡ്. 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയം പുറത്തുവിട്ട വാർഷിക പീരിയോഡിക് ലേബർ സർവേ പ്രകാരം ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് കൂടിയ രണ്ടാമത്തെ സംസ്ഥാനം കേരള. ഒന്നാം സ്ഥാനം ആർക്കാ? ഗോവ. 15 മുതൽ 29 വയസ്സ് വരെയുള്ളവർക്കിടയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം, 29.9%. 15 മുതൽ 29 വയസ്സ് വരെയുള്ള ആൾക്കാർക്കിടയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം, അത് 29.9%. ഫസ്റ്റ് ഗോവ. 2024 നഗരസഭകളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കി ഭരണരംഗത്തെ കാര്യക്ഷമത മികവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസിയായ പ്രജ പുറത്തിറക്കിയ അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളം. അപ്പോൾ നഗരസഭകളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കി ഭരണരംഗത്തെ കാര്യക്ഷമത മികവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് പ്രജ. ഒരു ഏജൻസിയാണ് പ്രജ. അത് പുറത്തിറക്കിയ അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളമാണ് കേട്ടോ. അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളം. ഏതാണ്? പ്രജ പുറത്തിറക്കിയ. നീലേശ്വരത്തെക്കുറിച്ച് 13 പേജുകളിലായി വിവരണം ചെയ്തിരിക്കുന്ന കൃതി 1771 ഫ്രഞ്ച് ഭാഷയിൽ ആൻകിറ്റിൽ ഡുബേറിന് എഴുതിയ സെയിൻ അവസ്ഥ. നീലേശ്വരത്തെക്കുറിച്ച് 13 പേജുകളിലായി വിവരണം ചെയ്തിരിക്കുന്ന ഒരു കൃതിയാണ് ഫ്രഞ്ച് ഭാഷയിൽ ആൻകിറ്റിൽ ഡുബേറിന് എഴുതിയ സെന്റ് അവസ്ഥ. പ്രശസ്ത തെയ്യം കലാകാരൻ കേളുപ്പണിക്കരുടെ കൃതി കനൽ വഴികൾ താണ്ടിയ ജീവിതം. കേളുപ്പണിക്കരുടെ കൃതി ഏതാണ്? കനൽ വഴികൾ താണ്ടിയ ജീവിതം. അദ്ദേഹം തെയ്യം കലാകാരനാണ്. അപ്പോൾ കേളുപ്പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തെയ്യം. ഏതാണ്? തെയ്യം. അപ്പോൾ തെയ്യം കലാകാരനായ കേളുപ്പണിക്കരുടെ കൃതി കനവഴികൾ താണ്ടിയ ജീവിതം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ താൽക്കാലിക ചുമതല പ്രേംകുമാറിന്. കേരള ഗവർണർ സ്ഥാനത്ത് 5 വർഷം തികയ്ക്കാൻ തുടങ്ങി ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണർക്ക് 5 വർഷം എന്ന കൃത്യമായ കാലാവധിയില്ല, പുതിയ ഗവർണറെ നിയമിക്കുന്നത് വരെ അദ്ദേഹത്തിന് തുടരാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഈ ഗവർണർക്ക് കൃത്യമായ കാലാവധി ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഇല്ല. പുതിയ ഗവർണർ വരുന്നത് വരെ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാം. അപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷം കംപ്ലീറ്റ് ആക്കി കേട്ടോ. ഏഴിമല നാവിക അക്കാദമിയുടെ കമാൻഡറായി വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ ചുമതലയേറ്റു. ഡോക്ടർ കെ രാജലക്ഷ്മി മേനൻ DRDO ഡയറക്ടർ. അപ്പോൾ DRDOയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? ഡോക്ടർ കെ രാജലക്ഷ്മി മേനൻ. ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിതയാണ് ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ. സന്ധ്യമേരിയുടെ മരിയ വെർമരിയ എന്ന നോവലിന് ജയശ്രീ കളത്തിൽ തയ്യാറാക്കിയ വിവർത്തനം മരിയ ജസ്റ്റ് മരിയ. സഹരു നുസൈബ കണ്ണനാരിയുടെ പ്രഥമ ഇംഗ്ലീഷ് നോവൽ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്നിവയാണ് JCB പട്ടികയിൽ ഉൾപ്പെട്ട 2 മലയാളി നോവലുകൾ. അപ്പോഴേ ഈ വർഷത്തെ JCB പട്ടികയിൽ ഉൾപ്പെട്ട 2 മലയാളി നോവലുകൾ ഏതൊക്കെയാണ്? മരിയ ജസ്റ്റ് മരിയ അതൊന്ന്, പിന്നെ ക്രോണിക്കിൾ ഓഫ് അവർ ആൻഡ് എ ഹാഫ്. 2 മലയാളികൾ എഴുതിയ നോവലുകളാണ് കേട്ടോ. മലയാളി നോവലുകളല്ല, 2 മലയാളികൾ എഴുതിയ നോവലുകളാണ്. മരിയ ജസ്റ്റ് മരിയ എന്ന് പറയുന്ന ഒരെണ്ണം, പിന്നെ ക്രോണിക്കിൾ ഓഫ് അവർ ആൻഡ് എ ഹാഫ് എന്ന് പറയുന്നത്. മഹാകവി കുമാരനാശാൻ്റെ അന്ത്യയാത്രയിലേക്ക് വെളിച്ചം വീശുന്ന ഇടശ്ശേരി രവിയുടെ പുസ്തകം മഹാകവിയുടെ അന്ത്യയാത്ര. മഹാകവി കുമാരനാശാൻ്റെ അന്ത്യയാത്രയിലേക്ക് വെളിച്ചം വീശുന്ന ഇടശ്ശേരി രവിയുടെ പുസ്തകമാണ് മഹാകവിയുടെ അന്ത്യയാത്ര. കേരള പോലീസിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം. കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള ഓൺലൈൻ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ഇടപെടലിനാണ് അംഗീകാരം. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബിന് പുരസ്കാരം. അപ്പോൾ കേരള പോലീസിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചു. ആ ഒരു പുരസ്കാരം സ്വീകരിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബ്.
തമ്പാനൂർ സ്ത്രീകൾക്കും ഒപ്പമുള്ള കുട്ടികൾക്കും താമസിക്കാൻ സഖി ഡോർമെട്രി ഇറങ്ങി. തിരുവനന്തപുരത്തെ തമ്പാനൂർ ഒരു പുതിയ ഡോർമെട്രി ഒരുങ്ങി, സഖി ഡോർമെട്രി. എന്തിനാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും പാർപ്പിടം അല്ലെങ്കിൽ താമസിക്കാനുള്ള സ്ഥലം ഒരുക്കാൻ വേണ്ടിയിട്ട്. KN ഹരിലാൽ അധ്യക്ഷനായി 7ാം ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 2 വർഷമാണ് കമ്മീഷന്റെ കാലാവധി. അപ്പോൾ ഇനി അടുത്ത 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? KN ഹരിലാൽ. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ KN ഹരിലാൽ. ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ കാലാവധി 2 വർഷമാണ്. KN ഹരിലാലാണ് അതിൻ്റെ അധ്യക്ഷൻ കേട്ടോ, സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ. പദവിയിലിരിക്കെ മരിക്കുന്ന ആദ്യ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തുടർച്ചയായി 3 തവണ പാർട്ടി ജനറൽ സെക്രട്ടറിയായി. 2005 മുതൽ 2017 വരെ ബംഗാളിൽ നിന്ന് രാജ്യസഭാ അംഗമായിരുന്നു. പദവിയിലിരിക്കെ മരിക്കുന്ന ആദ്യ CPM ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി. 3 തവണ തുടർച്ചയായി 3 തവണ അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറിയായി. 2005 മുതൽ 2017 വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. 2022 ജൂലൈ 14 കേരളത്തിൽ ആദ്യമായി എംപോക്സ് കണ്ടെത്തിയത്. കേരളത്തിൽ ആദ്യമായി എംപോക്സ് കണ്ടെത്തിയത് 2022 ജൂലൈ 14. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന് എംപോക്സ് സ്ഥിരീകരിച്ചു. ഇന്ത്യയിൽ ഈ മാസം റിപ്പോർട്ട് ചെയ്യുന്ന 2ാമത്തെ എംപോക്സ് ആണ്. ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സാ പദ്ധതി. 70 വയസ്സ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ആനുകൂല്യം ലഭ്യമാകും. അപ്പോൾ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സമ്പൂർണ്ണ സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. സമഗ്രമായ സമീപനത്തിലൂടെ കുടുംബങ്ങളുടെ സന്തോഷസൂചി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീ പദ്ധതിയായ ഹാപ്പിനെസ് കേരളം അടുത്ത മാസത്തോടെ എറണാകുളത്ത് ആരംഭിക്കും. ഹാപ്പിനെസ് കേരളം പദ്ധതി ആരംഭിക്കാൻ പോകുന്നത് ഏത് ഡിസ്ട്രിക്റ്റിലാണ്? എറണാകുളത്ത്. ആരുടെ പദ്ധതിയാണ്? ആര് കൊണ്ടുവന്ന പദ്ധതിയാണ്? കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഹാപ്പിനെസ് കേരളം. എന്തിനാണ്? സന്തോഷ സൂചിക വർദ്ധിപ്പിക്കാൻ, കുടുംബങ്ങളുടെ സന്തോഷ സൂചിക വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്ത മാസത്തോടെ എറണാകുളത്ത് ആരംഭിക്കും. സംസ്ഥാനത്ത് എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകാനുള്ള വാട്സാപ്പ് നമ്പറിന്റെ ലോഞ്ചിങ് സ്വച്ഛതാ സേവാ ക്യാമ്പയിൻ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. പിഴത്തുകയുടെ 25% പാരിതോഷികമാണ്. പദ്ധതികൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 9466700800 94669466 ഇതാണ് നമ്പർ കേട്ടോ. സംസ്ഥാനത്ത് എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ ആ കാര്യം നമുക്ക് രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞു കൊടുക്കാം. പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വാട്സാപ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലോഞ്ചിങ് ആണ് സ്വച്ഛതാ സേവാ ക്യാമ്പയിൻ. അത് MP രാജേഷാണ് ആ ഒരു പദ്ധതിയുടെ ലോഞ്ചിങ് നിർവഹിച്ചത്. സ്വച്ഛതാ സേവാ ക്യാമ്പയിൻ. എന്താണ് സ്വച്ഛതാ സേവാ ക്യാമ്പയിൻ? ആ പരാതികൾ അറിയിക്കേണ്ട നമ്പർ എന്താണ്? നമ്പർ 9466700800. പിഴത്തുക എത്രയാണോ അതിന് 25% ഈ പറഞ്ഞില്ലേ, ഈ പോലീസിന് ചോർത്തി കൊടുത്തില്ലേ, ആ ആൾക്ക് ലഭിക്കും. സാർവത്രിക പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതിക്കായി കോവിൻ മാതൃകയിൽ ആരംഭിച്ച യുവിൻ പോർട്ടൽ അടുത്ത മാസം പ്രവർത്തിക്കും. കോവിൻ മാതൃകയിൽ കോവിഡിൻ്റെ കോവിഡ് വാക്സിൻ എടുക്കാൻ വേണ്ടി വന്നതാണ് കോവിൻ പോർട്ടൽ. അതിൻ്റെ ബദലായിട്ട് വന്ന, അല്ലെങ്കിൽ അതിന് ബദലായിട്ടെന്നല്ല, അതേപോലെ ആ മാതൃകയിൽ വന്ന മറ്റൊരു പോർട്ടലാണ് യുവിൻ പോർട്ടൽ. അതെന്താണ്? സാർവത്രിക പ്രതിരോധ കുത്തിവയ്പ്പിന് വേണ്ടിയിട്ട്. റവന്യൂ വകുപ്പിൽ, പോലീസ് രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പേൾ, സർവേ പൂർവ്വങ്ങൾ തയ്യാറാക്കുന്ന maps എന്നീ പോർട്ടലുകൾ സമീപിച്ചുകൊണ്ടുള്ള എൻ്റെ ഭൂമി ഏകജാലക ഡിജിറ്റൽ പോർട്ടൽ ഒക്ടോബറിൽ നൽകുന്നു. അപ്പോൾ എൻ്റെ ഭൂമി എന്ന് പറയുന്ന ഏകജാലക ഡിജിറ്റൽ പോർട്ടൽ നിലവിൽ വന്നത് എന്നാണ്? സെപ്റ്റംബറിൽ. റവന്യൂ വകുപ്പിൻ്റെ റിലീസ് ഈ എല്ലാ പറയുന്ന പോർട്ടലുകളെ സംയോജിച്ചുകൊണ്ടുള്ളതാണ് കേട്ടോ. റവന്യൂ വകുപ്പിൻ്റെ റിലീസ്, രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പേൾ, സർവേ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന maps. എൻ്റെ ഭൂമി എന്ന് പറഞ്ഞാൽ ഏകജാലക ഡിജിറ്റൽ പോർട്ടൽ ഒക്ടോബറിൽ നിലവിൽ വരുന്നു. ഏതൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതാണ്? റവന്യൂ വകുപ്പിൻ്റെ റിലീസ്, റവന്യൂ വകുപ്പിൻ്റെ റിലീസ്, രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പേൾ, രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ വകുപ്പിൻ്റെ പേൾ, സർവേ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന maps, ഇതെല്ലാം കൂടെ എന്നീ പോർട്ടലുകൾ സംയോജിച്ചു കൊണ്ടുള്ളതാണ് എൻ്റെ ഭൂമി എന്ന് പറയുന്ന പോർട്ടൽ. അത് വരുന്നത് എവിടെയാണ്? അത് എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ പോർട്ടൽ എന്നാ വരുന്നത്? ഒക്ടോബറിലാണ് കേട്ടോ. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ കെയറെയിലിൻ്റെ ചെയർമാനും ഡയറക്ടറുമായി നിയമിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദാ മുരളീധരൻ. ഡോക്ടർ V വേണു ഉണ്ടല്ലോ, നമ്മളെ മുന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ വൈഫാണ് ശാരദാ മുരളീധരൻ. അവരേക്ക് വേറൊരു അഡീഷണൽ ഇത് കൊടുത്തു. എന്താണ്? ശാരദാ മുരളീധരന് അഡീഷണൽ ആയിട്ട് കൊടുത്ത ഒരു പദവി എന്താണ്? കെയറെയിലിൻ്റെ ചെയർമാനും അതിൻ്റെ ഡയറക്ടറും. കെയറെയിൽ ചെയർമാനും ഡയറക്ടറും. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ 2024 ഗ്ലോബൽ മീഡിയ അവാർഡ് ലഭിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതാരിക സന. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ന്യൂസാണ്, ന്യൂസ്
ന്യൂസ് മീഡിയ അസോസിയേഷന്റെ 2024 ഗ്ലോബൽ മീഡിയ അവാർഡ് ലഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് അവതാരികയാണ് സന. 2023 ഇന്ത്യ ടുഡേ ആണ് സനയെ അവതരിപ്പിച്ചത്. മലയാളത്തിലെ ആദ്യ ന്യൂസ് റീഡർ ഇവൻ, അത് മീഡിയ വണ്ണിൻ്റെയാണ്. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത. അപ്പോൾ ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ 2024 ഗ്ലോബൽ മീഡിയ അവാർഡ് ലഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരിക സന. 2023 ഇന്ത്യ ടുഡേ ആണ് സനയെ അവതരിപ്പിച്ചത്. മലയാളത്തിലെ ആദ്യ ന്യൂസ് റീഡർ ഇവാൻ, അത് മീഡിയ വണ്ണിൻ്റെയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി ജസ്റ്റിസ് നിതിൻ ജംദാറിനെ നിയമിച്ചു. അപ്പോൾ പുതിയ ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജംദാർ. നിയമനിർമ്മാണ സഭയിലെ ആദ്യ വനിത ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിന്റെ അംഗത്വത്തിന് 100 വർഷം തികയുന്നു. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായത് 1924 സെപ്റ്റംബർ 23 തിരുവിതാംകൂറിലെ ബിരുദധാരിയായ ആദ്യ വനിത. അപ്പോൾ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് അവരുടെ നിയമനിർമ്മാണ സഭയിലെ ആദ്യ വനിതയായിരുന്നു ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. അവരുടെ അംഗത്വത്തിന് 100 വർഷമാണ് ഇപ്പോൾ തികഞ്ഞിരിക്കുന്നത്. അതായത് 1924 ആണ് അവർ നിയമനിർമ്മാണ സഭയിൽ എത്തിയത്. അപ്പോൾ അതിൻ്റെ 100ാമത്തെ വർഷമാണ് ഇത്. 2024 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായത് 1924 സെപ്റ്റംബർ 23 കേട്ടോ. അപ്പോൾ അത് എത്ര വർഷമായി? ഇപ്പം 100 വർഷമായില്ലേ. അപ്പോൾ പിന്നെ തിരുവിതാംകൂറിലെ ബിരുദധാരിയായ ആദ്യ വനിതയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിലെ ആദ്യ സൂപ്രണ്ടായി ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ടീച്ചർ. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു പ്രത്യേകതയാണ് തിരുവനന്തപുരത്ത് തൈക്കാട് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, തൈക്കാട് ഹോസ്പിറ്റലിലെ ആദ്യ സൂപ്രണ്ടായി ആയ തദ്ദേശീയ വനിതയാണ്. അതുവരെ വന്നിട്ടുള്ള വിദേശീയ വനിതയാണ്. തദ്ദേശീയ വനിതയായിട്ട് വന്നത് ഇവരാണ് കേട്ടോ. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഡോക്ടർ മേരിയാണ് കേരളത്തിൽ ആദ്യമായി സിസേറിയൻ നടത്തിയത് ഡോക്ടർ മേരി പുന്നനാണ്. 38 രാജ്യത്തിൻ്റെ ആദ്യ വനിതാ സർജൻ ജനറലായി 1938 അവർ രാജ്യത്തിലെ, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജൻ ജനറലായി. 75 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 76 ഒക്ടോബർ 2 അന്തരിച്ചു. ഈ പത്മശ്രീ, പത്മഭൂഷൺ ഇതൊക്കെ കിട്ടുന്ന ആൾക്കാർ പിറ്റേ വർഷം അന്തരിക്കുന്നതാണ് പതിവ്. അപ്പോൾ ഇവരും ആ പതിവ് തെറ്റിച്ചില്ല. 75 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 76 ഒക്ടോബർ 2 അവർ അന്തരിച്ചു. മിക്കവാറും ഉള്ളവർ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഒരാളുടെ കാര്യമല്ല പറയുന്നത്, മിക്കവാറും അങ്ങനെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ ഹാജരാക്കിയില്ല. ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലെത്തി മൊഴിയെടുക്കും. റിപ്പോർട്ട് താമസിപ്പിച്ചത് ഗുരുതര വീഴ്ചയെന്ന് വിമർശനം. കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർപേഴ്സണായി മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനെ നിയമിച്ചു. നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദ മുരളീധരന്റെ ഭർത്താവുമായ ഡോക്ടർ വി വേണുവിനെ എന്തായി നിയമിച്ചു? കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർപേഴ്സണായിട്ട്. എംപോക്സ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന് സ്ഥിരീകരിച്ചത് അതിവേഗ വ്യാപന ശേഷിയുള്ള വകഭേദമാണ്. രാജ്യത്ത് തന്നെ ആദ്യമായി ക്ലേഡ് 1B വകഭേദം റിപ്പോർട്ട് ചെയ്തത് മലപ്പുറത്താണ്. ക്ലേഡ് 1B. അപ്പോൾ ഈ അതിവേഗ വ്യാപന ശേഷിയുള്ള ഈ മങ്കി പോക്സ് സ്ഥിരീകരിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ മലപ്പുറത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. അതിൻ്റെ പേരെന്താണ്? ക്ലേഡ് 1B. ആഫ്രിക്കയിൽ നിന്ന് രോഗലക്ഷണങ്ങളുമായി എത്തിയ യുവാവിന് എംപോക്സ് സ്ഥിരീകരിച്ചു, അല്ലെങ്കിൽ മങ്കി പോക്സ് സ്ഥിരീകരിച്ചു. ആഫ്രിക്കയിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് എംപോക്സ് ക്ലേഡ് 1 വകഭേദമാണ്. ഈ ക്ലേഡ് 1B എന്ന് പറയുന്ന ആ വകഭേദമാണ് ഒരുപാട് പടർന്നു പിടിക്കുന്നത് ആഫ്രിക്കയിൽ. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുന്ന സർവത്ര വൈഫൈ സംവിധാനത്തിന് BSNL തുടക്കമിട്ടു. അപ്പോൾ BSNLൻ്റെ ഒരു പദ്ധതിയാണ് സർവത്ര എന്ന് പറഞ്ഞ വൈഫൈ സംവിധാനം. രാജ്യത്ത് എവിടെ പോയാലും നമുക്ക് വൈഫൈ ലഭിക്കും. കുട്ടികളെ ഇരകളാക്കുന്ന അശ്ലീല വീഡിയോകൾ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും കൈവശം വയ്ക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പോക്സോ നിയമത്തിലെ വകുപ്പ് 15 പ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയാണ്. വകുപ്പ് 15 പ്രകാരം ഈ കുട്ടികളുള്ള അശ്ലീല വീഡിയോകൾ കാണുന്നതും അത് ഡൗൺലോഡ് ചെയ്യുന്നതും അത് കൈവശം വയ്ക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമായിരിക്കുന്നത് കേട്ടോ. പോക്സോ നിയമത്തിൽ ചൈൽഡ് പോണോഗ്രഫി എന്ന വാക്കിനും വിലക്കാണ്. വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വകുപ്പ് 15 പ്രകാരമാണ് ഇങ്ങനെ കുട്ടികളുള്ള അശ്ലീല വീഡിയോകൾ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും കൈവശം വയ്ക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ളത് വകുപ്പ് 15 പ്രകാരം. കേരളത്തിലെ കടൽ കായൽ തീരങ്ങളിൽ നിർമ്മാണത്തിനുള്ള നിയന്ത്രണ പരിധിയിൽ ഇളവുകൾ വരുത്തിയുള്ള തീരദേശ പരിപാലന പ്ലാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ചു.
അപ്പോൾ ഇപ്പം കേരളത്തിലെ കടൽ കായൽ തീരങ്ങളിൽ നിർമ്മാണത്തിനുള്ള നിയന്ത്രണ പരിധിയിൽ ഇളവുകൾ വരുത്തിയിരിക്കുകയാണ് കേട്ടോ. തീരദേശ പരിപാലന പ്ലാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അത് അവരംഗീകരിച്ചു. അഭിനേതാക്കളോ സംഭാഷണമോ ഇല്ലാതെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കുക, കേരളത്തിലെ കടൽ കായൽ തീരങ്ങളിൽ നിർമ്മാണത്തിലുള്ള നിയന്ത്രണ പരിധിയിൽ ഇളവുകളാണ് വരുത്തിയത് കേട്ടോ. കേന്ദ്രം അതിൽ ഇളവുകൾ വരുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഇളവുകൾ വരുത്തിയുള്ള പ്ലാൻ തീരദേശ പരിപാലന പ്ലാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ചു. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം അംഗീകരിച്ചു. അഭിനേതാക്കളോ സംഭാഷണവും ഇല്ലാതെ 1.5 മിനിറ്റ് ദൈർഘ്യത്തിൽ നിർമ്മിച്ച മൈക്രോ സിനിമ ഫുഡ് വെയർ പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക്. ഫുഡ് വെയർ എന്ന് പറയുന്ന ഒരു 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമ, എൻ്റെ പേരാണ് മൈക്രോ സിനിമ. അത് പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോവുകയാണ് കേട്ടോ. കേരളത്തിൽ നിന്നും ഫൈനലിസ്റ്റിലേക്ക് ഉൾപ്പെട്ട ഏക ചിത്രമാണ് ഈ മൈക്രോ സിനിമ. 1.5 മിനിറ്റ് ദൈർഘ്യമുള്ളൂ. പേര് ഫുഡ് വെയർ. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് C.S. മീനാക്ഷി. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണത്തെക്കുറിച്ച് ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് C.S. മീനാക്ഷി. 92 മുതൽ ഉള്ള ലോകസഭയുടെ 10,000-ഓളം മണിക്കൂറുകളുടെ ശബ്ദശ്രാവ്യ നടപടികൾ AI സഹായത്തോടെ ക്രമപ്പെടുത്തിയെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 8,000 മണിക്കൂറുള്ള രാജ്യസഭാ നടപടികളും ക്രമപ്പെടുത്തി. 2024 ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് പുരസ്കാര തിളക്കത്തിൽ കടലുണ്ടിയും കുമരകം. 2024 ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? കടലുണ്ടി, കുമരകം, രണ്ടും കായാണ്. കടലുണ്ടി, കുമരകം. 2024 ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ്, ബെസ്റ്റ് ടൂറിസം റൂറൽ വില്ലേജ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ്? കടലുണ്ടിക്കും കുമരകത്തിനും. സ്കൂൾ കായികമേള കൊച്ചിയിൽ നവംബർ 4 മുതൽ 11 വരെ. സ്കൂൾ കായികമേള കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത്. നവംബർ 4 മുതൽ 11 വരെ കഴിഞ്ഞു. അതിൽ ആരാണ് ജേതാക്കളായത്? തിരുവനന്തപുരമാണ്. പ്രവാസി വിദ്യാർത്ഥികൾക്കും ഇത്തവണ സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാം. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന പേരിട്ട അണ്ണാറക്കണ്ണൻ. ആരോഗ്യ മേഖലയ്ക്കായി തുക ചെലവഴിക്കുന്നതിൽ കേരളം 2ാം സ്ഥാനത്ത്. നാഷണൽ ഹെൽത്ത് അക്കൗണ്ട് സർവേ. 1ാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ്. ലോക മറൈൻ ഭൂപടത്തിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം സ്ഥാനം പിടിച്ചു. ഡെറാഡൂൺ നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജോയിന്റ് ചീഫ് ഹൈഡ്രോഗ്രാഫർ ഓഫ് ഇന്ത്യ റിയർ അഡ്മിറൽ പീയൂഷ് പോസെ നാവിഗേഷൻ ചാർട്ട് മുഖ്യമന്ത്രി തുറമുഖ പ്രതിനിധികൾക്ക് കൈമാറി. പുന്നമടയിൽ ഇന്ന് ആവേശപൂരം. പ്ലാറ്റിനം ജൂബിലി നിറവിലെത്തിയ നെഹ്റു ട്രോഫി ജലമേള മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 2024 വിജയി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടനാണ്. കാരിച്ചാൽ ചുണ്ടൻ്റേത് 16ാം കിരീടമാണ്. മൈക്രോ സെക്കൻഡ് കിരീടം നഷ്ടമായി വിയ്യപുരം ചുണ്ടൻ. 5ാം വിജയവുമായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് റെക്കോർഡ്. അപ്പോൾ 2024 പുന്നമടയിൽ നടന്ന നെഹ്റു ട്രോഫി ജലമേളയിൽ വിജയിയായതാരാണ്? കാരിച്ചാൽ ചുണ്ടൻ. അവരുടെ 16ാമത്തെ കിരീടമാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ 5ാമത്തെ കിരീടമാണ്. പിന്നെ മൈക്രോ സെക്കൻഡിൽ ഈ കിരീടം നഷ്ടമായത് ആർക്കാണ്? വിയ്യപുരം ചുണ്ടൻ. അടുത്തത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ പ്രസിഡന്റായി ക്രിസ് ഗോപാലകൃഷ്ണനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ക്രിസ് ഗോപാലകൃഷ്ണനാണ് കേട്ടോ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രസിഡന്റ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച വേലായുധൻ പണിക്കശ്ശേരി ഏത് മേഖലയിലാണ് പ്രശസ്തൻ? ചരിത്ര ഗവേഷണം. വേലായുധൻ പണിക്കശ്ശേരി ചരിത്ര ഗവേഷകനാണ്. പേവിഷബാധയ്ക്കെതിരെ നായ്ക്കളെ വന്ധ്യംകരിച്ച് വാക്സിനേഷനുകൾ നൽകി തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്ന കേരളത്തിലെ പദ്ധതിയാണ് അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി, ABC പദ്ധതി. അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി. 59.3 മാർക്കോടെയാണ് കേരളം 1ാം സ്ഥാനത്ത് എത്തിയത്. അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ കേരളം 1ാം സ്ഥാനത്താണ് എത്തിയത് 59.3 മാർക്കോടെ. ഗാർഹിക പീഡന നിയമം മത സാമൂഹിക വ്യത്യാസമില്ല, രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്ന് വിധി പ്രഖ്യാപിച്ചത് സുപ്രീം കോടതിയാണ്. ഗാർഹിക പീഡന നിയമം രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ. പ്രശസ്ത എഴുത്തുകാരനും സിനിമാ നാടക പ്രവർത്തകനുമായ KJ ബേബി അന്തരിച്ചു. പിന്നോക്ക വിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾക്കായി പോരാടി. 1992 കൂത്തുപറമ്പ് വെടിവയ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ അന്തരിച്ചു.
അമ്മ വേഷങ്ങളുടെ മലയാള സിനിമയിൽ തിരികെ കവിയൂർ പൊന്നമ്മ മരിച്ചുപോയി. 15-ാം വയസ്സിലാണ് നാടകരംഗത്ത്. 21 വയസ്സിൽ സിനിമയിൽ അവർ വന്നു. 6 പതിറ്റാണ്ടോളമായി 800ഓളം സിനിമകളിൽ അവർ അമ്മ വേഷങ്ങളിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തി. മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം 4 തവണ ലഭിച്ചിട്ടുണ്ട്. സഹനടിക്കുള്ള പുരസ്കാരം കേട്ടോ. വർഷം മുമ്പ് പുറത്തിറങ്ങിയ ആണും പെണ്ണും അവസാന ചിത്രം. മേഘതീർത്ഥം എന്ന ചിത്രം നിർമ്മിച്ചു. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആൾ എന്ന ബഹുമതി നേടിയത് പി കമറുദ്ദീൻ. അദ്ദേഹം അന്തരിച്ചു. വിവിധ ഭാഷകളിലെ 25ഓളം സിനിമകളിൽ വേഷമിട്ടു. പ്രമുഖ ചരിത്രകാരനും ഗ്രന്ഥകാരനുമായ വേലാതൻ മണിക്കശ്ശേരി അന്തരിച്ചു. ഗവേഷണത്തിന് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ്, സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. താളിയോല എന്ന ചരിത്ര ഗവേഷണ മാസിക പുറത്തിറക്കി. താളിയോല. മുൻ ഇടതുമുന്നണി കൺവീനറും എം ലോറൻസ് അന്തരിച്ചു. മുൻ ഇടതുമുന്നണി കൺവീനറായിരുന്ന എം ലോറൻസ് അന്തരിച്ചു. 80-84 കാലഘട്ടങ്ങളിൽ ഇടുക്കിയിൽ നിന്നുള്ള ലോകസഭാംഗമായിരുന്നു. 80-84 അദ്ദേഹം ഇടുക്കിയിൽ നിന്നുള്ള ലോകസഭാംഗമായിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, CATU ദേശീയ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് രൂപം നൽകിയ സുസ്ഥിര കേരളത്തിന്റെ ഉപദേഷ്ടാവായി പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനെ തെരഞ്ഞെടുത്തു. ഈ പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് രൂപം നൽകിയ സുസ്ഥിര കേരളത്തിന്റെ ഉപദേഷ്ടാവായി പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനെ നിയമിച്ചു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണരൂപം ഹാജരാക്കാൻ സർക്കാർ ഹാജരാക്കിയില്ല. ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലെത്തി മൊഴിയെടുക്കും. റിപ്പോർട്ട് താമസിപ്പിച്ചത് ഗുരുതര വീഴ്ചയാണെന്ന് വിമർശനം. 2023 കർണാടക ഹൈക്കോടതിയിലും 2024 സുപ്രീം കോടതിയിലും ആംഗ്യഭാഷ അറിയുന്ന സഹപ്രവർത്തകന്റെ സഹായത്തോടെ കേസ് വാദിച്ചത് കോട്ടയംകാരി സാറാ സണ്ണി. 2023 കർണാടക ഹൈക്കോടതിയിലും 2024 സുപ്രീം കോടതിയിലും ആംഗ്യഭാഷ അറിയുന്ന സഹപ്രവർത്തകത്തിന്റെ സഹായത്തോടു കൂടി കേസ് വാദിച്ചത് കോട്ടയംകാരി സാറാ സണ്ണിയാണ്. ഇത്രയായപ്പോൾ കേരളത്തെ കുറിച്ചുള്ള സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആയി.